അല്ലമീനാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൾസർ സുനിക്ക് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം. നമുക്കൊപ്പം അല്ലമീൻ, അവിടെ നിന്ന് സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും എത്താം അല്ലമീനിലേക്ക്. ശ്യാം ദേവരാജിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്യാം ദേവരാജ്, ഇന്ന് കോടതിയിൽ കേട്ട വാദമുഖങ്ങൾ എങ്ങനെയായിരുന്നു? പ്രോസിക്യൂഷന്റെ വാദങ്ങളോട് എങ്ങനെയായിരുന്നു കോടതിയുടെ പ്രതികരണം? കോടതി ഇതിന്മേൽ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷനോട് സംസ്ഥാന സർക്കാരിനോട് വിമർശന വിധേയമായാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. സുപ്രീം കോടതി വിചാരണ കോടതിയെ വിമർശിച്ചിട്ടുള്ളൂ എന്ന കാര്യം. അതായത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്ന സുപ്രധാനമായ ചില ചോദ്യങ്ങളുടെ എന്തുകൊണ്ട് വിചാരണ ഇത്രനാൾ വൈകുന്നു, എന്തുകൊണ്ട് എട്ടാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ഇത്ര ദീർഘമായി വിചാരണ ചെയ്തു, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര ദീർഘമായി വിസ്തരിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് വിചാരണ കോടതിയുള്ള വിമർശനമാണ്. പക്ഷേ ഇന്ന് വിചാരണ കോടതിക്കുള്ളിൽ പറയുന്നത് ഇത്തരമൊരു വിമർശനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാരിനെ, പ്രോസിക്യൂഷനെ എതിർത്തുള്ളൊരു നിലപാട് കൂടി കോടതിയിൽ നിന്നും വരികയും ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അതേപടി കോടതി അംഗീകരിക്കുകയും ചെയ്യുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധി സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് കോടതി അംഗീകരിച്ചു. അത്തരം കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി നൽകിയ ജാമ്യം ഇപ്പോൾ വിചാരണ കോടതി നൽകിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. എറണാകുളം ജില്ല പോകരുത് എന്നാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, പൾസർ സുനി ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ, അതിൽ ഉപയോഗിക്കുന്ന സിമ്മുമായി ബന്ധപ്പെട്ട ഫോണിൻ്റെ വിവരങ്ങളും കോടതിക്ക് കൈമാറണം. ഇത് തിങ്കളാഴ്ചയാണ് കൈമാറേണ്ടത്. മാത്രമല്ല, പൾസർ സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൽ പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന കാര്യം പ്രോസിക്യൂഷൻ പോലീസ് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൾസർ സുനിയുടെ മേൽ പോലീസിൻ്റെ ഒരു സജീവമായ നിരീക്ഷണം എപ്പോഴും ഉണ്ടാകുമെന്നതാണ് ആ സുരക്ഷയുടെ പ്രത്യേകത. കാരണം 26 എന്നത് കോടതിയിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമായ ഒരു ദിവസമാണ്. അന്നാണ് കോടതി പൾസർ സുനിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്, പൾസർ സുനിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഈ വിചാരണയുടെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് പ്രതികളോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിനു മുൻപ് ഈ പൾസർ സുനിയെ സ്വാധീനിക്കാൻ എട്ടാം പ്രതി ദിലീപിന് കഴിയുമോ, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. റൂറൽ പോലീസ് സുരക്ഷ ഒരുക്കണമെന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു ഫോൺ മാത്രം ഉപയോഗിക്കുക, സിമ്മിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ചക്കകം കോടതിയിൽ നൽകണം, ഒറ്റ സിം മാത്രമുള്ള ഒരു ഫോൺ ഉപയോഗിക്കുക, അതിൽ ആരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നത് നിരീക്ഷണത്തിലായിരിക്കുമെന്നുള്ളത് വ്യക്തമാണ്. 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, അനുമതിയില്ലാതെ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിടരുത് എന്നീ ഉപാധികളോടെ പൾസർ സുനി 7.5 കൊല്ലത്തിന് ശേഷം ജയിലിന് പുറത്തേക്കിറങ്ങുന്നു.